രഘു ആ ഭാസ്കരനാ ഒരു ഷർട്ട് അടിക്കണമല്ലോ. അടിക്കാല ദോശ. അതാടെ നോക്ക് പോകുന്നുള്ള. എനക്കല്ല, കുഞ്ഞപ്പനാണ്. ഇവനൊക്കെ ഷർട്ട് എടുക്കാൻ ഞാൻ വളർന്നല്ലേ. Shoulder 34, arm 50, chest 44, waist 28, height 40. എന്റെ അമ്മടാ, എന്തൊരു ഓർമ്മ ശക്തിയാണ് എനക്ക്. എനക്കൊരു അസിസ്റ്റന്റ് ആവശ്യമുണ്ട്. വരുന്ന ഓൻ പണിക്ക് പോയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഭാസ്കര പൊതുവാളിനില്ല. അതിനുള്ളതെല്ലാം എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും അവനൊരു വരുമാനല്ലേ. അവസാന കാലത്ത് അവനാരാ? ഞാനില്ലേ? ഹൈറ്റ് എത്ര പറഞ്ഞു? Height 40. 2 ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാൻ ശരിയാക്കി വെക്കാം. ആ, തുണി എടുത്തു. Aina. Paisa tenor onjo. ഓ ഇന്നും പൂസ തന്നെയാ. നിനക്ക് എങ്ങനെ മനസ്സിലായത്? ഇന്നും ചന്ദനം തൊട്ടിട്ടുണ്ടല്ലോ. നീ എവിടെ പോന്നു? ആ പാലായിലെ രാധേന്റെ മോളെ കല്യാണാന്ന്. ഞാൻ ഉണ്ടിട്ട് വരാം. എനക്ക് വിശക്കുന്നു. വീടിയൊന്നുമില്ല, നിങ്ങളും വന്ന കല്യാണത്തിന്. എന്റെ ഫ്രണ്ട്സ് ഒന്നുമില്ല കല്യാണത്തിനൊന്നും. എണ്ണിയും വിളിച്ചിട്ടൊന്നുമില്ല, എന്നിട്ട് ഞാൻ പോന്നില്ലേ? വിളിക്കാതെ കല്യാണത്തിന് പുതിയ ബ്ലൗസും തയ്പ്പിച്ചു പോണേ. വിളിച്ചിട്ടില്ല വെച്ചിട്ട് ഉടുക്കാണ്ട് പോവാൻ പറ്റുവാ? കുറച്ച് മസാലക്കറി. മസാല ദോശ. വീടിണ്ടായിരുന്ന പൊതിയ കൊടുത്തു. ഞാനത് തിന്നു. ഏ, പുതിയ ബ്ലൗസാ? ദോശ കൊടുത്ത് നീ എന്റെ ഓള മയക്കും. കുഞ്ഞപ്പനാണോ? കുഞ്ഞപ്പന്റെ അതി എന്റെ ആയി ഉണ്ടായിക്കും. ഞാനെന്തിനു ചെവിയിൽ നുള്ളുന്നു? അത് വേണ്ട. ആരാ ഈ ഭാസ്കര പൊതുവാള്? ഞാനാ. നമ്മൾ മുനിസിപ്പാലിറ്റിന്നാ. ചെറിയൊരു പരാതി കിട്ടിയിട്ടുണ്ട്, അതാണ്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള ലൈസൻസ് ഉണ്ടോ? ഇത് താനെ നടന്നോളും, ലൈസൻസ് ഒന്നും വേണ്ട. എൻ്റെ ഏട്ടാ, ഇത്തരം സാധനത്തിനെ പ്രവർത്തിപ്പിക്കാൻ ഗവൺമെന്റിന് പ്രത്യേക അനുമതി വേണം. ഇത് കുട്ടിയുടെ മുതിർന്നവരെ ഉപദ്രവിച്ചാൽ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക. പ്രസന്ന, എന്തോ നീ ചുപ്പനെ ഒന്ന് വിളിക്ക്. കുഞ്ഞപ്പനെ മുനിസിപ്പാലിറ്റി കൊണ്ടുപോയി. ചുപ്പ, മുനിസിപ്പാലിറ്റി കുറച്ച് റോബർട്ട് പിടുത്തക്കാർ വന്നു. കുഞ്ഞപ്പനെ കൊണ്ടുപോയി. വളർത്താൻ ലൈസൻസ് വേണോ? മുനിസിപ്പാലിറ്റി അച്ഛനവിടെ കൊടുക്കാം. ആ, ഹലോ. എന്താ ചൂടേ? ഒന്നും ഉണ്ടായില്ല, വെറുതെ ഇരുന്ന കുഞ്ഞപ്പനെ അവർ കൊണ്ടുപോയി. അച്ഛനെ ടെൻഷൻ അടിക്കല്ലേ, ആരും ഉണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. അച്ഛൻ വീട്ടിലോട്ടും, കുഞ്ഞപ്പന ഉടനെ വീട്ടിലോട്ട്. എന്നാലും എങ്ങനെ ആ ചെക്കനെ കൊണ്ടുപോയി? ആൺ പെൺ വ്യത്യാസമില്ലാത്ത കാലമാണ്. മുനിസിപ്പാലിറ്റിക്കാർ അവനെ പിടിച്ച് എന്തെങ്കിലും ചെയ്താലോ? ഒന്നും കരയാൻ വരും പറ്റുമോ മിണ്ടാ പ്രാണിക്ക്? അവനില്ലാതെ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. അച്ഛാ,
എന്താ? അച്ഛന് ഞാനും റോബിനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണ്ടായിന്നാ തോന്നുന്നു. ഒരു തകരാറില്ലാത്ത ജനങ്ങളാണ് വേണ്ടത്. ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നേ പിന്നെയാണ് നമ്മളതാണ് പൊട്ടിച്ചോറായത്. ഇപ്പം എന്താ ഈ റോബോട്ട് ഇനി ഈനെ കൊണ്ടായിരിക്കും നാട്ടിൽ കൊള്ളയും കൊലയും ബലാത്സംഗം. ഒരു ദോശപ്പൊതി മാറ്റിയെന്ന് വെച്ച് സൈബർ കുറ്റാണ്. അതിൽ കറി പോലും ഉണ്ടായില്ല. അതൊന്നും എനിക്കറിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കടലാസ് പോയിട്ട് എന്നിട്ട് നോക്കാം. അവർ തരുമോ? അതിപ്പോൾ എന്നോടായിരിക്കുന്നത്, നിങ്ങൾ അടച്ചു വെക്കണ്ടല്ലേ. പാർട്ടിക്ക് എന്താ ഇപ്പം ഇതിലൊക്കെ ഇടപെടാൻ? പൊയ്ക്കോട്ടെ, നാട്ടിലെ മൊത്തം ഹോം നേഴ്സുമാരുടെ പണി പോകാറുന്നില്ലേ? ഏയ് അതിൻ്റെ സെറ്റപ്പ് അങ്ങനെയല്ല. ഈ കാലഘട്ടങ്ങളായിട്ടേ നാട്ടിലെ സ്വത്ത് തർക്കം, അതിര് തർക്കം, പരപുരുഷ ബന്ധം, ബ്ലേഡ് പറ്റിക്കൽ, ഇതിലൊക്കെ മധ്യസ്ഥം പറയുന്നത് പാർട്ടിയുടെ ഒരു രീതിയാണ്. അതങ്ങനെ കണക്കൂട്ടിയാണ്. സാർ ഒരു ഫാക്സ് ഉണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. അളിയനാന്നൊരു അളിയൻ. നീ അളിയനല്ല, ഉളിയനാണ്. അളിയാ, അളിയ ഇരിക്ക്. കുടിക്കാനൊന്നുണ്ട്? നിനക്കൊന്നും വേണ്ട. കുടി നിർത്തിയ അളിയാ ഇരിക്ക്. നീ എന്തേനെ വിട്ടുകൊടുത്തിന്? ഇതയാളെ മോനെ അയച്ചത്. റോബോട്ടിനെ ഉപയോഗിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ അനുമതി പത്രം. പിന്നെ വെറുതെ കൊടുത്ത് നമ്മൾ പ്രധാനമന്ത്രി പിന്നാരത് നമുക്കല്ലേ കാണാൻ പറ്റാത്തത്. പുറത്തുള്ളവർക്ക് അങ്ങനെയാണ്. അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 50 റോബോട്ടിന് ഇറക്കുമതി ചെയ്യാനുള്ള കരാറുപത്രം ഒപ്പിട്ടിട്ടാണ് മൂപ്പര് ജപ്പാനിൽ നിന്ന് സിംഗപ്പൂരേക്ക് പോയത്. ഇത് ഒരു ടെസ്റ്റ്. അതെപ്പോഴാ പോസിബിൾ? 4 monthsക്ക് ട്രയൽ റണ്ണുകാക്ക തന്ന മെഷീൻ നീ എപ്പോഴും തിരുപ്പി തന്നാകണം. സാർ അത് എങ്ങനെയെങ്കിലും ഞാൻ വാങ്ങിക്കാം സാർ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ബട്ട് ദാറ്റ് മെഷീൻ ഇസ് നോട്ട് ഫോർ സെയിൽ. എന്നോട് വേലയിൽ പോയിടും. ഇത് ഓന്റെ പണിയാ, ബാബുവിന്റെ. ഇനി ബാബു അല്ല ഓന്റെ അച്ഛൻ വിചാരിച്ചാലും ഒന്നും നടക്കൂല. അമ്മാതിരി മെയിലാന്ന് എൻ്റെ മോൻ ഇങ്ങോട്ട് അയപ്പിച്ചത്. ഭാസ്കരേട്ടാ, നിങ്ങളെ മോനത്തെ ശമ്പളം ഉണ്ടാവും? എന്തേ രസം അറിയാൻ വേണ്ടി ചോദിച്ചാ. അറിയുമ്പോ രസമൊന്നും ഉണ്ടാവില്ല, കിട്ടുമ്പോഴല്ലേ രസം ഉണ്ടാവില്ലേ? എനിക്ക് തോന്നല്ല ഞാൻ അച്ഛനതിനെ തിരിച്ചു തരൂ. உனக்கு நான் சொன்னா புரியலையா? போய் அதை கொண்டு வாடா. எனக்கு அந்த மெஷின் திருப்பி வேணும், ஒரு குறை இல்லாம. அதுக்கு உன் அப்பாவை கொல்லணும், அதுவே பண்ணலாம். ட்ரையல் ரன்னுக்கு போன 4 மெஷின்ல 2 மெஷின் ஃபெயில் ஆயிடுச்சு. என்னோட அப்பாவுக்கு ஏதாவது ஆயிடுச்சுன்னா ரிசர்ச் எல்லாமே ஸ்டாப் பண்ணி கம்பெனி மூடுறது தான். உன்னோட நல்லதுக்காக தான் சொல்றேன். A message from Saudamini. എന്താ മെസ്സേജ്? നിങ്ങൾ ആരാണ്? മിസ്റ്റർ ഭാസ്കരൻ, ഭാവിയിൽ ജീവിക്കാൻ ഇഷ്ടമാണോ? മിസ്റ്റർ ഭാസ്കരൻ, ബാബുവും സൗദാമിനിയും ഒരേ ജാതി. ബാബുവിനെ താങ്കൾ വെറുക്കുന്നു, സൗദാമിനിയോട് ഇഷ്ടം. യു ആർ എ ഹിപ്പോക്രൈറ്റ്, കപടനാട്യക്കാരൻ. ജാതിയും മതവ്യത്യാസവും ഇല്ലാത്ത ഒരു ലോകമാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. മനസ്സിൽ നിന്ന് ഇതൊക്കെ പറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം.
സൗദാമിനി സൗദാമിനി അല്ലേ? അതെ. എന്നെ മനസ്സിലായോ? നമ്മള് ചന്ദ്രേട്ടന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈപ്പിങ്ങിന് ഒരുമിച്ചുണ്ടായിരുന്നു. സത്യൻ. സത്യം. സത്യൻ. സുഖാണോ? സുഖാണ്. ഇപ്പൊ എവിടെയാ? സത്യ എന്തേ? ഫേസ്ബുക്കിലുണ്ടോ? ഇല്ലില്ല